സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളെങ്ങനെ നടന്നു നിൽക്കാനുള്ള സ്റ്റാർ മാജിക് ടീമൊക്കെ സ്റ്റാർ മാജിക് എന്ത് പറ്റി സ്റ്റാർ മാജിക്കിന്? അല്ല, ഓരോ പുതിയ ഷോ തുടങ്ങാനൊക്കെ ആയിരിക്കും. ആധികാരികൾ നമ്മൾ ആർട്ടിസ്റ്റുകൾക്ക് അതേക്കുറിച്ചൊന്നും അറിയില്ലല്ലോ. കഴിഞ്ഞ ദിവസം ലക്ഷ്മി നക്ഷത്രയോട് ചോദിച്ചപ്പോഴും പറഞ്ഞായിരുന്നു ഞങ്ങളൊരു ബ്രേക്ക് എടുത്തതാണ്. ഏത് ഷോയ്ക്ക് തന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പം അതിന് ആർട്ടിസ്റ്റുകൾക്കറിയില്ല. അപ്പം എൻ്റെ ഡയറക്ടർ ചാനലൊക്കെ അല്ലേ എൻ്റെ എല്ലാവരും ഷോ തുടങ്ങുന്ന 7 വർഷമായില്ലേ. ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തോന്നുന്നു അല്ലേ ഷോയൊക്കെ? പിന്നെ സ്റ്റാർ മാജിക്കല്ലേ നമ്മളാക്കിയത്. ഒരുപാട് ജനങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു ഷോ അല്ലേ അത്. അവിടെ നിന്ന് കിട്ടിയ ഒരു ഹൈപ്പാണ് നമുക്ക്. എല്ലാവരും ചോദിക്കുന്നുണ്ടോ? ഇപ്പം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെയൊക്കെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ സ്റ്റാർ മാജിക് എന്ത് പറ്റിയെന്ന് അമ്മമാരാണ് കൂടുതൽ, അമ്മമാരും ചേച്ചിമാരൊക്കെയാണ് കൂടുതൽ ചോദിക്കുന്നത്. അതെ, അത് നമ്മുടെയൊക്കെ ഒരു ഭാഗ്യം. ഒരു നല്ല പ്രോഗ്രാമിൻ്റെ ഭാഗമാകാൻ പറ്റിയത് നമ്മുടെയൊക്കെ ഭാഗ്യം. പിന്നെ അത് എല്ലാം കുറേ പ്രാവശ്യമൊക്കെ ബ്രേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആധികാരിക വശങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. എന്താ പറയുന്നത്? തിരിച്ചു വരും എന്നുള്ളൊരു ഉറപ്പ് തന്നെയാണ്. തിരിച്ചു വരും എന്നുള്ളൊരു ഉറപ്പ് തന്നെയാണോ പറയുന്നത്? തിരിച്ച് വരണം എന്നാണ് നിങ്ങളെപ്പോലെ തന്നെ. നിങ്ങൾ പ്രോഗ്രാം കാണുമ്പോൾ ചിരിക്കുന്നതിൽ കൂടുതൽ ഞങ്ങൾ ഓരോ ആഴ്ചയിലും ഒരേ മനസ്സുള്ള കുറച്ച് ആളുകൾ നിന്ന് കോമഡി പറയുക, തമാശ പറയുക, വലിയ സന്തോഷങ്ങൾ പങ്കുവയ്ക്കുക, അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ. ഇന്ന് ആളുകൾക്ക് ചിരിക്കാനൊക്കെ ഭയങ്കരമായിട്ടുള്ള വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ നിറഞ്ഞു പോകുന്ന കാലഘട്ടം. അതൊക്കെ ഒന്ന് ചിരിക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ ഏറ്റവും വലിയ സന്തോഷം. ചിലരൊക്കെ ഭയങ്കര വികാരപരമായിട്ടാണ് ഇട്ടാണ്, അതായത് ഞങ്ങളുടെ ആകെയുള്ള ഒരു ആശ്വാസമാണെന്നുള്ള രീതിയിലൊക്കെ കമൻറ്റ് വന്നു. പ്രേക്ഷകരല്ലേ നമ്മുടെ എല്ലാം, അവരല്ലേ നമ്മളെ വിജയിപ്പിക്കുന്നതും നമ്മളെല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യണമല്ല. ഷോ നിന്നതിൽ വിഷമമുണ്ട്. അപ്പം ഇനിയിപ്പോൾ രണ്ടാമത് ഏത് റൂട്ടാണെന്ന് നമുക്ക് അറിയില്ല. പല വേറെ പാറ്റേൺ മാറ്റി അങ്ങനെ നിർത്താറുണ്ടല്ലോ. കുറേ 7 വർഷമായി ഒരു ഷോ. അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു കാര്യങ്ങളായിരിക്കും. ശരിക്കൊരു ഫാമിലി തന്നെയാണല്ലേ പിരിവിട്ട് വരികയാണ്. പിന്നെ അതിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിപ്പം 7 വർഷമൊക്കെ 7 വർഷം വേണ്ട, ഒരു വർഷം 2 വർഷം കഴിയുമ്പോൾ എല്ലാവരുമായിട്ടൊക്കെ നമ്മൾ ഭയങ്കര മാനസിക ഐക്യം വരുമല്ലേ. അതല്ലേ പരിപാടിയുടെ വിജയവും. ഞങ്ങൾക്ക് എവിടെ ചെന്നാലും എല്ലാ ആഴ്ചയിലും മനസ്സിൽ ഇങ്ങനെ അറിയാതെ കയറുന്നത്. അങ്ങനെ കയറിയൊരു ഷോയാണ് സ്റ്റാർ മാജിക്. വേറെന്താ വിശേഷമുള്ള സ്റ്റാർ മാജിക് അല്ലാതെ? വേറെ വിശേഷങ്ങൾ പടം ഇപ്പോൾ 2 ഇറങ്ങാനുണ്ട്. പിന്നെ ഇപ്പോൾ അടുത്ത 2 പടങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിൽ വിദേശ പരിപാടികളുണ്ട്. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ സജീവമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ബിനു അടിമാലി യൂട്യൂബ് ചാനൽ അടിമാലി ഡയറീസ് എന്ന് പറഞ്ഞ ഒരെണ്ണം നമ്മൾ വെറുതെ എല്ലാ ആഴ്ചയിലും പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടെൻഷൻ ഇവിടെ ഉണ്ട്. ചാനലിൻ്റെ ഷൂട്ടുണ്ട്, ഇതെല്ലാ ആഴ്ചയിലും പോകണ്ടേ. അപ്പം അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. പുതിയ കണ്ടൻറ്റുകൾ ഉണ്ടാക്കണതിൻ്റെ ടെൻഷനുണ്ട്, ഷൂട്ടിങ്ങിൻ്റെ ടെൻഷനുണ്ട്. ഇപ്പോഴാണ് ഞാൻ അറിയണത് ഇതൊക്കെ ഷൂട്ട് ചെയ്തെടുക്കുന്നതിൻ്റെയൊക്കെ വിഷമം. അപ്പോൾ അങ്ങനെ ഓരോ വിഷമങ്ങളും അത് ഒരാഴ്ചയിലും അത് റിലീസാകുമ്പോൾ അതിനകത്ത് കിട്ടുന്ന അത് വിജയിക്കുമ്പോൾ അത് ലൈക്കും കമൻറ്റൊക്കെ കിട്ടുമ്പോൾ വ്യൂസൊക്കെ കിട്ടുമ്പോൾ ഉള്ള ഒരു സന്തോഷം. ഫീഡ്ബാക്ക് നേരിട്ട് അറിയുകയും ചെയ്യാമല്ലോ അല്ലേ പ്രേക്ഷകർ. ഇപ്പം പുതിയതൊരെണ്ണം ഇറങ്ങിയത് 2 ദിവസമായിരുന്നു. 10-27,000 വരെ കണ്ടു. ചാനലിൻ്റെ പേരെന്ന് പറഞ്ഞു അറിയാത്തവരുണ്ടെങ്കിൽ അടിമാലി യൂട്യൂബ് ചാനൽ അടിമാലി ഡയറീസ് എന്നാണ് പരിപാടിയുടെ പേര്. എല്ലാ ആഴ്ചയിലും എല്ലാ വെള്ളിയാഴ്ച എപ്പിസോഡ് പോകുന്നുണ്ട്. സ്റ്റാർ മാജിക്കിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയത് ചേട്ടനും ഒക്കെയാണ്. അപ്പോൾ അതുപോലെ പക്ഷേ വിമർശനം കേട്ടതും ചേട്ടനെയാണ് കൂടുതലെന്ന് തോന്നുന്നു സ്റ്റാർ മാജിക്കിൽ. അത് ഈ ലോക്കൽ സ്ലാങ്ങിൻ്റെ ഒക്കെ ചിലപ്പോൾ അല്ലേ ചേട്ടൻ നേരത്തെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ അടിമാലിയാണ് എന്നെ വളർത്തുന്നത്. പിന്നെ നമ്മുടെ നമ്മൾ ജനിച്ചു വളരുന്ന ഒന്നും വേണം. നമ്മുടെ നാടിൻ്റെ ശൈലിയാണ് ഒരു കലാകാരൻ്റെ. ഇപ്പോൾ ഇന്നസെൻ്റ് ഏട്ടനെ എടുത്ത് ഇരിങ്ങാലക്കുട ശൈലി, മമ്മൂക്ക ഇക്കാൻ എടുത്തു കഴിഞ്ഞാൽ കോഴിക്കോടൻ ശൈലി എന്ന് പറഞ്ഞ പോലെ നമ്മുടേതായിട്ടുള്ള ഞാൻ ജാഫർക്ക് ഒക്കെ ഞങ്ങളുടേതായിട്ടുള്ള ഒരു നാടൻ ശൈലികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. എവിടെയാണ്? ഞാൻ വലിയ സന്തോഷത്തിലാണ്. ഞാൻ വളർന്ന എൻ്റെ നാട്ടിൽ കിങ് ആൻഡ് ക്യൂൻ എന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഇനാഗ്രേഷൻ വന്നേക്കാണ്. ശ്രീവിദ്യയും
നമ്മുടെ അനു ഉണ്ട് കൂടെ. അങ്ങനെ ഒരു വലിയൊരു സന്തോഷത്തിലാണ്. അത് അടിമാലിലെ നല്ലൊരു കളക്ഷനുള്ള ഒരു ഷോപ്പാണ്. അപ്പം ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും വലിയ ഒരു ഷോപ്പാണ്. അപ്പോൾ ഈ സംരംഭത്തിന് എല്ലാവിധ വിജയാശംസകളും ദൈവാധീനങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുന്നു.